കിങ്ങിണി മോളുടെ കുസൃതികൾ. കിങ്ങിണി മോൾക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എനിക്ക് അവളോട്. ഞാൻ ജോലിക്ക് പോകുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൾ എന്നെ യാത്രയാക്കും. വൈകിട്ട് ഞാൻ വരുമ്പോൾ എന്നെയും കാത്ത ഉമ്മറപ്പടിയിൽ അവളുണ്ടാവും. കണ്ടാലുടൻ ഓടി വന്ന് പലവിധ ആവലാതികൾ പറയും. പിന്നെ കുറേ സ്നേഹപ്രകടനങ്ങളും. അതിനുശേഷം ഓടിച്ചെന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് പാലെടുത്തു തരാൻ ആവശ്യപ്പെടും. പകൽ സമയത്ത് ഞാൻ വീട്ടിലില്ലാത്തതിനാൽ അപ്പുറത്തെ വീട്ടിലെ അമ്മിണി ചേച്ചിയുമായി ചങ്ങാത്തം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മറത്തവളെ കണ്ടില്ല. കതക് തുറന്ന് വീടിനകത്തെല്ലാം നോക്കി. എങ്ങുമില്ല. എനിക്ക് ആദിയായി. അമ്മിണി ചേച്ചിയെ വിളിച്ച് ചോദിച്ചു. കണ്ടില്ല എന്ന് പറഞ്ഞു. മാലിനിയെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം കാട്ടിത്തരാം, അമ്മിണി ചേച്ചി പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു. കിങ്ങിണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? എനിക്ക് ആദിയായി. എൻ്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. അമ്മിണി ചേച്ചി എന്നെ കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നോക്കിയപ്പോൾ കിങ്ങിണി മോൾ ബെഡിൽ പുതച്ചു മൂടിക്കിടന്നുറങ്ങുന്നു. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ എന്നോടൊപ്പം വരാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താണെന്നറിയണ്ടേ? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. കിങ്ങിണി ഞാൻ ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ എൻ്റെ പൂച്ചക്കുട്ടിയാണ്. അവളെ ഞാൻ കിടത്തിയിരുന്നത് കസേരയിൽ തുണി വിരിച്ചാണ്. എന്നാൽ അമ്മിണി ചേച്ചി അവളെ ബെഡിൽ കിടത്തിയല്ലോ. ആ കാരണത്താലാണ് അവൾ പിന്നെ എന്നോടൊപ്പം വരാൻ കൂട്ടാക്കാതിരുന്നത്. ഇത് കിങ്ങിണിയുടെ ഒരു കുസൃതി മാത്രമാണ് കേട്ടോ. അവൾ പറഞ്ഞ കാട്ടിക്കൂട്ടിയ കുസൃതികൾ എത്ര പറഞ്ഞാലും തീരില്ല. അവളുടെ കൂടുതൽ കുസൃതികളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.